പാകിസ്ഥാന്റെ ഫോർമർ ക്രിക്കറ്റേഴ്സിൽ ബോധപൂർവ്വം സംസാരിക്കുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരാൾ നമ്മൾ ഷോഹിബ് അക്തറാണ്. അദ്ദേഹം ഈയിടെ സംസാരിച്ച നമ്മുടെ 2025 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം സംസാരിച്ച ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ആണ് ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനെ വിമർശിച്ചുകൊണ്ടാണ് ആ ഒരു വീഡിയോ പുറത്തുവിട്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 ട്രോഫി വിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഇന്ത്യക്കായാലും ന്യൂസിലൻഡിനായാലും റണ്ണേഴ്സ് അപ്പിനായാലും അതുപോലെ തന്നെ വിന്നേഴ്സിനായിട്ടുള്ള ആ ഒരു ട്രോഫിയും ആ ഒരു കോട്ടും വൈറ്റ് കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ ICCIയുടെ പ്രസിഡന്റായിട്ടുള്ള ജയ്ഷായും BCCI പ്രസിഡന്റായിട്ടുള്ള റോജർ ബിന്നിയുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈവൻ BCCI സെക്രട്ടറിയുടെ കൂടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഹോസ്റ്റിംഗ് കൺട്രി ആയിരുന്ന പാകിസ്ഥാനിൽ നിന്ന് ഒരു റെപ്രസെന്റേറ്റീവ് പോലും ആ ഒരു പോഡിയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അപ്പോൾ തന്നെ PCB പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അതിനൊരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റിന് വരാൻ സാധിക്കാതിരുന്നത് ശാരീരികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എന്നും അതേപോലെ മറ്റ് ടീം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ പ്രസിഡന്റ് അവരുടെ ഒരു പാർലമെന്റിൽ സ്പീച്ചിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണ് എന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ന്യായകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഷോയിബ് അക്തർ പറയുന്ന. ഒരു ഹോസ്റ്റിംഗ് കൺട്രി ആ ഒരു ലെവലിൽ അവരുടെ മര്യാദ കാണിക്കേണ്ട ഒരു കാര്യമായിരുന്നു. 1996 ശേഷം നമ്മുടെ പാകിസ്ഥാനിൽ നടക്കുന്ന ഇത്രയ്ക്കും വലിയൊരു ടൂർണമെൻറ്റാണ്, അല്ലെങ്കിൽ ഒരു ICC ടൂർണമെൻറ്റാണ് ഈ ഒരു ടൂർണമെൻറ്റ് ചാമ്പ്യൻസ് ട്രോഫി 2025. അതിൽ ഒരു മര്യാദകേട് കാണിച്ചു എന്നുള്ളൊരു കാര്യം ഷോയിബ് അക്തർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരുടെ വികാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നത് പാകിസ്ഥാനിലായിരുന്നു. ഫൈനൽ നടക്കേണ്ടിയിരുന്നത് പാകിസ്ഥാനിലായിരുന്നു. എന്നാൽ ഇന്ത്യ ജയിച്ചത് കൊണ്ട് അവിടേക്ക് ആ ഒരു ഫൈനൽ അവർക്ക് നടത്താൻ പറ്റിയില്ല എന്നുള്ളൊരു വലിയ സങ്കടം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് അങ്ങോട്ട് പോകാനായിട്ട് സെക്യൂരിറ്റി ഇഷ്യൂ കാരണം കൊണ്ട് തന്നെ ഇന്ത്യ അവിടേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇല്ലാത്ത ഒരു ICC ടൂർണമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റിൽ ആ ഒരു ലോകത്തിൽ നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ പങ്കെടുപ്പിച്ചതും ഇന്ത്യ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദുബായിലാണ് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതും ദുബായിൽ വെച്ച് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടത്തുന്നതും. എന്നാൽ പാകിസ്ഥാൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നില്ല. ഒരുപാട് എല്ലാം ഓപ്പോസിറ്റായിട്ട് നടന്നതുകൊണ്ടും അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കാം ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചത് എന്നും പറയുന്ന ആളുകളുണ്ട്. എന്ത് തന്നെയായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കാണിച്ച അല്ലെങ്കിൽ ചെയ്ത ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ നോട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.